ഹലോ ഡിയേഴ്സ്, ഇത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റിസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ പറ്റി പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുക ഫസ്റ്റ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നിലധികം ജോലി ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു. മേ ബി ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിൾ നേരിടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം ജോലി ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഒരുപാട് ഒന്നിലധികം ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈഫ് ഒരു ബാലൻസിലല്ലായിരിക്കും ഈ ഒരു വ്യക്തിയുടെ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒന്നിനും സമയം തികയുന്നുണ്ടാവില്ല. വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി ഒന്നിലധികം ജോലി ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല എങ്കിൽ ഈ ഒരു വ്യക്തി രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അത് റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പം അവരെ ബാലൻസ് ചെയ്യുകയാണ് ഈ ഒരു പേഴ്സൺ ഒരേ സമയം തന്നെ. അപ്പം ആ ഒരു എനർജിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മയാണ്. ആ ഒരു കർമ്മ കൊണ്ടാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു കാർമിക് എനർജീസ് ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളോടുള്ളത് അത് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങളോട്, ആ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മേ ബി ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പം അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്കൊന്നിലധികം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നോക്കിയാൽ കാണാം, ആ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. മേ ബി അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. അപ്പം അതാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. മേ ബി മറ്റു പല വ്യക്തികളും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ടായിരിക്കാം, അല്ലെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാകുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തികളെല്ലാം തന്നെ തടസ്സമുണ്ടാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. ചിലവരുടെ കേസിൽ ഒന്നിലധികം വ്യക്തികൾ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്, ചിലരുടെ കേസിൽ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തെടുക്കുക. എന്തായാലും ഇവിടെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഒരു എനർജിയാണ്. അതായത് ഇവിടെ ഒരു കോമ്പറ്റീഷൻ എനർജിയാണ്. മേ ബി ഈ ഒരു പേഴ്സണ് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു പേഴ്സണെ എന്തിനും തേർഡ് പാർട്ടികൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനോ
ഒന്നും കഴിയുന്നുണ്ടാവില്ല, അല്ലെ അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സൺ സ്വന്തം സന്തോഷത്തിനും ഇമോഷണൽ ഹാപ്പിനെസ്സിനുമാണ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനുമാണ് വില കൽപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനല്ലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ സന്തോഷം, അതായത് ഫ്രണ്ട്സ്, അടിച്ചുപൊളി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം ആ ഒരു വ്യക്തി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇവിടെ നമുക്ക് അവരുടെ ആ ഒരു എനർജിയിൽ കാണാൻ കഴിഞ്ഞു. അവരുടെ ലൈഫിൽ കൂടുതൽ ഫ്രണ്ട്സിനായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളെക്കാൾ ഉപരി അവരുടെ ഫ്രണ്ട്സിനായിരിക്കാം. എന്തായാലും ഇതിനെല്ലാം, ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം ഇവിടെ ഒരു ടവർ ഉണ്ടാവും, ആ ഒരു ടവറിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സമയം പെട്ടെന്നായിരിക്കാം ഉണ്ടാകുന്നത്, ഒരു സഡൻ ചേഞ്ച് ആയിരിക്കാം, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു കർമ്മയിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നത്. അപ്പോൾ ആ ഒരു കർമ്മ വൈകാതെ അവസാനിക്കും എന്നുള്ളത് കാണുന്നുണ്ട്, ചേഞ്ച് വരും എന്നുള്ളത് കാണുന്നുണ്ട്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടി, ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ടവർ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. ആ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയുന്നത് ഈ ഒരു, അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. അതാണ് ഉണ്ടാവാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറാണ് നോക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ടാവും. അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മയെല്ലാം അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ എനർജി നോക്കുന്ന സമയത്ത് അവർക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിലകൊള്ളുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും നിങ്ങളുടെ പേഴ്സൺ. അതായത് ഇപ്പോൾ അവർ നേരിടുന്ന ആ ഒരു കർമ്മ അവസാനിക്കുന്നതാണ്, അതിനൊരു ചേഞ്ച് വരുന്നതാണ്. ഇപ്പോൾ അവർക്ക് ഇതൊന്നും മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെ കടന്നു പോകുന്നു, ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും ആ ഒരു പേഴ്സൺ. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ വൈകാതെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയം അവരുടെ ലൈഫിൽ ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇതിലെല്ലാം ഒരു ചേഞ്ച് വരുന്നതാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനോ ഒരു തീരുമാനത്തിനോ ഒന്നും തയ്യാറല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫിലൊരു തീരുമാനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനോ ഒന്നും ആ ഒരു പേഴ്സൺ ഇപ്പോൾ കഴിയുകയില്ല. അതാണ് അവരുടെ സോൾ മെസ്സേജ്.
അവരുടെ സോൾ മെസ്സേജ് നോക്കുമ്പോഴും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു പേഴ്സൺ അറിയാം ആ ഒരു പേഴ്സൺ ചെയ്യുന്നത് തെറ്റാണ്, അല്ല നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നെല്ലാം അറിഞ്ഞിട്ടും തെറ്റിലേക്ക് പോകുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് സ്വന്തം കാര്യങ്ങൾ, അതായത് അവരെന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല. അപ്പം അത് അവസാനം നിങ്ങളാണ് കുറ്റക്കാരെ എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ മുദ്ര കുത്തുന്നുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ സ്വന്തം തെറ്റുകളെയോ കുറവുകളെയോ ഒന്നും ആ ഒരു വ്യക്തി അംഗീകരിച്ചു തരില്ല. എല്ലാം മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളോട് യാതൊരു ഫീലിങ്സും ഇല്ല. അവിടെ സോൾ മെസ്സേജ് എടുത്തപ്പോൾ ഇപ്പോൾ നിങ്ങളോട് അവർക്ക് യാതൊരു ഫീലിങ്സും ഇല്ല. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ സ്വന്തം തെറ്റുകളെ അംഗീകരിച്ച് തരാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുക്കമല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെയധികം തലക്കരമുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. ഇത് ആർക്കൊക്കെ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. ഇന്നിവിടെ വന്ന എനർജിയാണ് കേട്ടോ. എന്നും നമുക്ക് ഒരേ എനർജി തന്നെ വരില്ല, അത് നിങ്ങൾ ഓർക്കുക. എന്നും നമുക്ക് പോസിറ്റീവ് റീഡിങ് വേണമെന്ന് വാശി പിടിച്ചിരുന്നാൽ നമുക്ക് കിട്ടില്ല. നമ്മളിവിടെ എനർജി എടുക്കുന്ന സമയത്ത് എന്നും നമുക്ക് ഒരേ രീതിയിലുള്ള എനർജി കിട്ടില്ല. ഇന്നിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സോൾ മെസ്സേജിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പോലും എനിക്കിവിടെ കിട്ടിയില്ലെന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത് ഗൈഡൻസ് ആണ് കേട്ടോ. നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക. അതായത് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നല്ല പ്രവൃത്തി ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കർമ്മ നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ജസ്റ്റിസ്, നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങളുടെ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബന്ധമാണ്. അപ്പം നിങ്ങളെ ആ യൂണിവേഴ്സ് കൈവിടുകയില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചതി ചെയ്തു അല്ലെ വഞ്ചന ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളും ആ ഒരു പേഴ്സൻ്റെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് വേദന ഉണ്ടായേക്കുന്ന ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നമ്മൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ലൈഫിൽ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തവരായിരിക്കാം, ഒരുപാട് എഫേർട്സ് ഇട്ടവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു തകർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആ ഒരു തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾ വളരെയധികം തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനായിപ്പോയി എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ലൈഫ് സൈക്കിളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ ആ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
അപ്പോൾ അതെല്ലാം അവിടെ വിടുക. നിങ്ങൾ പുതിയ ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു ചാപ്റ്ററിൽ വിശ്വസിക്കുക, മൈൻഡ് പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മയിലൂടെയാണ്. അപ്പോൾ എത്രയൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സണെ തിരിച്ചു വരാനായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ ഒരു പേഴ്സൺ തിരികെ വരില്ല. കാരണം അവർക്ക് ആ ഒരു കർമ്മ കിട്ടിയതിന് ശേഷം ആയിരിക്കാം ആ ഒരു പേഴ്സൺ തിരികെ വരുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു പേഴ്സൺ അവരുടെ സന്തോഷങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സന്തോഷം എന്താണോ, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വൈകാതെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം ഇവർ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇവരെ തിരിഞ്ഞടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് കാണാൻ സാധിക്കുന്നു. വൈകാതെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. നിങ്ങളുടെ അടുത്ത ഒരു ലൈഫ് സൈക്കിൾ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള അടുത്ത ലൈഫിൻ്റെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ സോൾ മെസ്സേജിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ് പോലും ഇല്ലെന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം.